കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുക എന്നത് സംസ്ഥാനത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ഭൂപ്രകൃതിയെയും മാറ്റിമറിക്കുന്ന ഒരാശയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യജനാധിപത്യ മുന്നണി, ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങിയ പാർട്ടികളുള്ള ഊർജ്ജസ്വലവും ചലനാത്മകവുമായ രാഷ്ട്രീയ രംഗത്തിന് പേരുകേട്ട കേരളം കടുത്ത രാഷ്ട്രീയ മത്സരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പരമ്പരാഗതമായി സംസ്ഥാനത്തിന്റെ നയങ്ങൾ, ഭരണം, വികസന തന്ത്രങ്ങൾ എന്നിവ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുക എന്ന ആശയം ഭരണം, ജനാധിപത്യം, രാഷ്ട്രീയ പങ്കാളിത്തം, കേരളത്തിലെ പൗരന്മാരുടെ മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. കേരളം രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുകയാണെങ്കിൽ അത് കൂടുതൽ സ്വതന്ത്രവും പ്രത്യയശാസ്ത്രപരമായ വൈവിധ്യപൂർണവും ഒരുപക്ഷെ അതിലും സങ്കീർണവുമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കുള്ള തീവ്രമായ മാറ്റത്തെ അടയാളപ്പെടുത്തും. സംസ്ഥാനത്തെ ഭരണം, തിരഞ്ഞെടുപ്പ് സമ്പ്രദായം, രാഷ്ട്രീയ സംസ്കാരം, പൗരന്മാർ എന്നിവരെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ഈ വീഡിയോ പരിശോധിക്കും. രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുന്നതിന്റെ അനന്തരഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുൻപ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ ചട്ടക്കൂട് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. LDFും UDFും ഉൾപ്പെടുന്ന രണ്ട് പ്രധാന സഖ്യങ്ങളാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം രൂപപ്പെടുത്തുന്നത്. CPIMന്റെ നേതൃത്വത്തിലുള്ള LDF പതിറ്റാണ്ടുകളായി സംസ്ഥാനത്ത് പ്രബല ശക്തിയാണ്. മറുവശത്ത് കോൺഗ്രസിന്റെയും മറ്റ് പ്രാദേശിക പാർട്ടികളുടെയും സഖ്യമാണ് UDF. സംസ്ഥാനത്ത് BJP ചില മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും LDFന്റെയും UDFന്റെയും ആധിപത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ പാർട്ടിയായി തുടരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മാത്രമുള്ള സ്ഥാപനങ്ങളല്ല. അവ സാമൂഹിക ഘടനയിൽ നയപരമായ തീരുമാനങ്ങൾ, സാമ്പത്തിക തന്ത്രങ്ങൾ, സാംസ്കാരിക മാനദണ്ഡങ്ങൾ എന്നിവയിൽ പോലും ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പലപ്പോഴും പിന്തുടരുന്ന വികസന പദ്ധതികൾ മുതൽ ആളുകൾ അവരുടെ നേതാക്കളുമായി ഇടപഴകുന്ന രീതി വരെ എല്ലാം രൂപപ്പെടുത്തുന്നു. ശക്തമായ ക്ഷേമ പദ്ധതികൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയെക്കുറിച്ചുള്ള പുരോഗമന നയങ്ങൾക്കും മാത്രമല്ല, സുഗമമായ ഭരണത്തെ തടസ്സപ്പെടുത്തുന്ന തീവ്രമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിനും കേരള സർക്കാർ അറിയപ്പെടുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പങ്കാളിത്തം സംഘടിപ്പിക്കുന്നതിനുള്ള വാഹനങ്ങളായും പ്രവർത്തിക്കുന്നു. തിരഞ്ഞെടുപ്പുകൾ പ്രധാനമായും പാർട്ടി അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തികൾക്ക് സ്ഥാനത്തേക്ക് മത്സരിക്കാനും നയങ്ങളെ സ്വാധീനിക്കാനുമുള്ള വേദികളായി പ്രവർത്തിക്കുന്നു. താഴെത്തട്ടിലുള്ള പ്രചാരണത്തിലൂടെയോ സാമൂഹിക പ്രവർത്തനത്തിലൂടെയോ പൊതുപ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെയോ ആളുകളെ അണിനിരത്തുന്നതിനും ഈ പാർട്ടികൾ പ്രധാനമാണ്. ജനങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിനുള്ള പ്രധാന മാർഗമായി രാഷ്ട്രീയ പാർട്ടികളെ കാണുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലവിൽ നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രമായ വ്യക്തത ഇല്ലാതാക്കും. രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടി താൽപ്പര്യങ്ങളിൽ സങ്കുചിതമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പലപ്പോഴും വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് രാഷ്ട്രീയ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഘടനാപരമായ ചട്ടക്കൂട് നൽകിയിട്ടുണ്ട്. CPIMനും കോൺഗ്രസിനും വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പലപ്പോഴും അവരുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളാൽ നയിക്കപ്പെടുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നിർത്തലാക്കിയാൽ യാഥാസ്ഥിതിക ലിബറൽ, സോഷ്യലിസ്റ്റ്, മറ്റ് പ്രത്യയശാസ്ത്ര ഗ്രൂപ്പുകൾ തമ്മിലുള്ള അതിർവരമ്പുകൾക്ക് മങ്ങലേൽക്കും. രാഷ്ട്രീയ പാർട്ടികളില്ലാതെ പ്രത്യയശാസ്ത്രപരമായ സ്ഥാനങ്ങൾ വിവിധ സ്വതന്ത്ര ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെടാം. ഓരോന്നിനും അതിൻ്റെതായ അജണ്ട ഉണ്ടാകും. ഇത് വോട്ടർമാർക്ക് അവരുടെ സ്വന്തം രാഷ്ട്രീയ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികളെയും പാർട്ടികളെയും തിരിച്ചറിയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും. രാഷ്ട്രീയ ആശയങ്ങൾ വ്യക്തികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇത് ദീർഘകാല നയ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. രാഷ്ട്രീയ ചർച്ചകൾ കൂടുതൽ സ്വതന്ത്രമാകും. ഇത് പുതിയ രാഷ്ട്രീയ സഖ്യങ്ങളുടെ സ്വയമേയുള്ള സൃഷ്ടിയിലേക്ക് നയിക്കുകയും ഭരണത്തെ കൂടുതൽ പ്രവചനാതീതമാക്കുകയും ചെയ്യും. ഘടനാപരമായ ഒരു പ്രത്യയശാസ്ത്ര ചട്ടക്കൂടിന്റെ അഭാവം പൊതുനയത്തിന് പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്ത ഒരു സംവിധാനത്തിൽ സാമ്പത്തിക വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ദീർഘകാല നയങ്ങൾ ആവിഷ്കരിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായേക്കാം. ഇത് ദീർഘകാല തന്ത്രപരമായ ആസൂത്രണത്തെക്കാൾ അസ്ഥിരവും പ്രതിപ്രവർത്തനപരവുമായ നയരൂപീകരണത്തിലേക്ക് നയിച്ചേക്കാം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം പ്രധാനമായും രാഷ്ട്രീയ പാർട്ടി സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. വോട്ടർമാർ സാധാരണയായി ഒരു പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്ത സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പുകൾ വ്യക്തിഗത സ്ഥാനാർത്ഥികളുടെ മത്സരങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെയും പരിപാടികളുടെയും മത്സരങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികളില്ലാത്ത ഒരു സംവിധാനം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ മാറ്റത്തിന് കാരണമാകും. കാരണം വോട്ടർമാർക്ക് അവരുടെ തീരുമാനങ്ങളെ നയിക്കാൻ വ്യക്തമായ പാർട്ടി അഫിലിയേഷൻ ഉണ്ടാകില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ അഭാവത്തിൽ കേരളം സ്വതന്ത്ര സ്ഥാനാർത്ഥി അധിഷ്ഠിത സംവിധാനത്തിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താൽപ്പര്യങ്ങളാൽ ബന്ധിക്കപ്പെടുന്നതിനു പകരം സ്ഥാനാർത്ഥികൾക്ക് അവരുടെ സ്വന്തം ആശയങ്ങളെയും പ്രാദേശിക പ്രശ്നങ്ങളെയും അടിസ്ഥാനമാക്കി മത്സരിക്കാൻ കഴിയുമെന്നതിനാൽ ഇത് ഒറ്റ നോട്ടത്തിൽ കൂടുതൽ ജനാധിപത്യപരമായ സമീപനമായി തോന്നിയേക്കാം. എന്നിരുന്നാലും വ്യക്തമായ നയമോ പ്രത്യയശാസ്ത്രപരമായ ഐക്യമോ ഇല്ലാതെ ഇത് ആശയക്കുഴപ്പത്തിലേക്കും വിഘടനത്തിലേക്കും നയിച്ചേക്കാം. സംഘടിത രാഷ്ട്രീയ പാർട്ടികൾ ഇല്ല എങ്കിൽ സ്ഥാനാർത്ഥികളുടെ യഥാർത്ഥ നയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വോട്ടർമാർക്ക് അവരുടെ വ്യക്തിത്വങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഇത് തിരഞ്ഞെടുപ്പുകളെ ആരാണ് നന്നായി ഭരിക്കുന്നത് എന്നതിനേക്കാൾ ആരാണ് കൂടുതൽ ആകർഷകമായത് എന്നതിലേക്ക് നയിച്ചേക്കാം. വലിയ സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുകയും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാഗ്ദാനങ്ങൾക്ക് ഉത്തരവാദികളായി തീരുകയും ചെയ്തതിനാൽ പാർട്ടി അധിഷ്ഠിത തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഒരു പരിധിവരെ സ്ഥിരത നൽകുന്നു.
പാർട്ടികളില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തുല്യനിലയിൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടായേക്കാം. ധനസഹായം, സന്നദ്ധ പ്രവർത്തനം, മാധ്യമ സഹകരണം എന്നിവയുൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സംഘടനാപരമായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകും. തൽഫലമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചാരണങ്ങൾ നടത്താൻ പ്രാദേശിക ശൃംഖലകളെയും വ്യക്തിഗത സമ്പത്തിനെയും ആശ്രയിക്കേണ്ടി വന്നേക്കാം. ഇത് രാഷ്ട്രീയ പ്രക്രിയയിലെ അസമത്വങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് കാര്യമായ അധികാരമുണ്ട്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാന പങ്കുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നിർമ്മാർജ്ജനം മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളെയും മറ്റൊരു പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നയിച്ചേക്കാം. ഇത് ആശയക്കുഴപ്പത്തിനും ഭരണത്തിൽ സ്ഥിരതയുടെ അഭാവത്തിനും കാരണമാകും. രാഷ്ട്രീയ പാർട്ടികളില്ലാതെ വ്യക്തമായ നേതൃത്വ ഘടന നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ അഭാവം ഒന്നിലധികം സ്വതന്ത്ര നേതാക്കൾ അധികാരത്തിനായി മത്സരിക്കുന്നതിനാൽ വിഘടിച്ച നേതൃത്വത്തിന് കാരണമാകും. ഇത് ഒരു യോജിച്ച ഭരണ അജണ്ട നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടാക്കും. യോജിച്ച പാർട്ടി പ്ലാറ്റ്ഫോം ഇല്ലാത്തതിനാൽ സഖ്യങ്ങൾ ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. ഇത് തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ അസ്ഥിരതയിലേക്ക് നയിക്കും. ഈ അസ്ഥിരത സാമ്പത്തിക വികസനം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ നിർണായക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ ഭരണം കൂടുതൽ വിഘടിച്ചേക്കാം. വൈവിധ്യമാർന്ന സ്വതന്ത്ര നേതാക്കൾക്കിടയിൽ ചർച്ചകളും വിട്ടുവീഴ്ചകളും നിരന്തരം ആവശ്യമായി വന്നേക്കാം. ഇത് കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ രൂപത്തെ പ്രോത്സാഹിപ്പിക്കുമെങ്കിലും അത് സർക്കാരിനുള്ളിൽ, പ്രത്യേകിച്ച് പ്രധാന നയപരമായ തീരുമാനങ്ങളിൽ കാര്യക്ഷമതയില്ലായ്മകളും കാലതാമസങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കും. സർക്കാരിനെ ഉത്തരവാദിത്തത്തോടെ നിർത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ നിർണായക പങ്കുവഹിക്കുന്നു. ആശങ്കകൾ ഉന്നയിക്കുന്നതിനും നയങ്ങളെ വിമർശിക്കുന്നതിനും സർക്കാർ നടപടികളോട് എതിർപ്പ് സംഘടിപ്പിക്കുന്നതിനും അവ ഒരു വേദി നൽകുന്നു. കേരളത്തിൽ LDFും UDFും സംസ്ഥാനത്തിന്റെ വികസനത്തിനായി അവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ പലപ്പോഴും മത്സരിക്കുന്നു. അവർ പരസ്പരം ശക്തി പരിശോധിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുന്നത് സർക്കാർ പൊതുജനങ്ങളോട് ഉത്തരവാദിത്തം പുലർത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ബുദ്ധിമുട്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടി ചട്ടക്കൂടില്ലാതെ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ചെറുതും സംഘടിതമല്ലാത്തതുമായി മാറുകയും രാഷ്ട്രീയ ഉത്തരവാദിത്തം ദുർബലമാകുകയും ചെയ്യും. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അവരുടെ സ്വഭാവത്താൽ സർക്കാർ നയങ്ങളെ വെല്ലുവിളിക്കാനോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നതുപോലെ സർക്കാരിനെ ഉത്തരവാദികളാക്കാനോ ഉള്ള അതേ സംഘടനാ പിന്തുണ ഇല്ല. ഘടനാപരമായ പ്രതിപക്ഷത്തിന്റെ അഭാവം സർക്കാർ അതിന്റെ അധികാരത്തിൽ കാര്യമായ പരിശോധനകളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. ഇത് അഴിമതി, കാര്യക്ഷമതയില്ലായ്മ, നയപരമായ പരാജയം എന്നിവയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കും. രാഷ്ട്രീയ പാർട്ടികൾ നയങ്ങൾ ചർച്ച ചെയ്യാതെ, പൊതു ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കാതെ, പ്രതിഷേധങ്ങളോ പൊതുപ്രവർത്തനങ്ങളോ സംഘടിപ്പിക്കാതെ ജനങ്ങളുടെ ശബ്ദം ദുർബലമായേക്കാം. വളരെ കാലമായി സമ്പന്നമായ രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തെ രൂപപ്പെടുത്തിയത്. 1950കളിൽ ഇടതുമുന്നണി ആരംഭിച്ച ഭൂപരിഷ്കരണം മുതൽ പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക നീതി, പ്രാദേശിക സ്വയംഭരണം എന്നിവയെക്കുറിച്ചുള്ള സമീപകാല സംവാദങ്ങൾ വരെയുള്ള പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആസ്ഥാനമാണ് കേരളം. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുന്നത് അർത്ഥമാക്കുന്നത് ഈ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ആവിഷ്കാരത്തിന്റെ ഒരു പുതിയ രൂപം കാണേണ്ടതുണ്ട് എന്നാണ്. രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യയശാസ്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും സ്ഥാപനവൽക്കരിക്കുന്നതിനും ഒരു വേദി നൽകുന്നു. പാർട്ടികളില്ലാതെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഘടന കുറവായിരിക്കും. രാഷ്ട്രീയ നേതാക്കൾക്ക് അവയ്ക്ക് ഫലപ്രദമായി വാദിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോഴും പ്രത്യേക കാരണങ്ങളാൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിലും പാർട്ടി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ദീർഘകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും. സാമൂഹിക നീതി, ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് കേരളത്തിന്റെ നിർണായക സവിശേഷതകളിൽ ഒന്ന്. സംസ്ഥാനത്തെ ഇടതുപക്ഷ കേന്ദ്രീകൃത സർക്കാരുകൾ ഭൂപരിഷ്കരണം, ആരോഗ്യ സംരക്ഷണത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും വിപുലീകരണം, ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയുൾപ്പെടെ നിരവധി പുരോഗമന നയങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഈ നയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിലും അവ നടപ്പാക്കുന്നതിൽ ഊന്നൽ നൽകുന്നതിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളില്ലാതെ ഈ പരിപാടികളുടെ തുടർച്ച അപകടത്തിലായേക്കാം. നയപരമായ മാറ്റങ്ങൾ കൂടുതൽ ക്രമരഹിതമാകാം. കാരണം സ്വതന്ത്ര നേതാക്കൾക്ക് ദീർഘകാല യോജിച്ച ക്ഷേമ നയങ്ങൾക്കായി സംഘടനാ വിഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഒരു ഏകീകൃതവും സ്ഥിരവുമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിന് പകരം വ്യക്തിഗത നേതാക്കൾ വ്യത്യസ്ത കാരണങ്ങൾക്കായി വാദിക്കുന്നതിനാൽ സാമൂഹിക നീതി പ്രശ്നങ്ങൾ കൂടുതൽ വിഘടിച്ചിരിക്കാം. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിലെ കേരളത്തിന്റെ നേട്ടങ്ങളെ ഇത് ദുർബലപ്പെടുത്തും. വ്യത്യസ്തമായ പ്രാദേശിക സ്വത്വങ്ങൾ, സാംസ്കാരിക പാരമ്പര്യങ്ങൾ, മതസമൂഹങ്ങൾ എന്നിവയുള്ള വൈവിധ്യമാർന്ന ജനസംഖ്യാപരമായ ഘടനയാണ് കേരളത്തിനുള്ളത്. തൊഴിലാളി വർഗത്തിൽ CPIM ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയോ ക്രിസ്ത്യൻ സമുദായവുമായുള്ള കോൺഗ്രസിന്റെ ചരിത്രപരമായ ബന്ധത്തിലൂടെയോ ഹിന്ദുക്കളോടുള്ള BJPയുടെ ബന്ധത്തിലൂടെയോ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും പ്രത്യേക പ്രാദേശിക താൽപര്യങ്ങളെയോ സമുദായങ്ങളെയോ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളില്ലാതെ ഈ സ്വത്വങ്ങൾ
ഫലപ്രദമായ പ്രാതിനിധ്യം കണ്ടെത്താൻ പാടുപെട്ടേക്കാം. രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുന്നത് സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയം കുറയ്ക്കുമെന്നതിനുള്ള ഒരു മാർഗമായി തോന്നാമെങ്കിലും ഈ വേദികളുടെ അഭാവം യഥാർത്ഥത്തിൽ പ്രാദേശികതയും മതപരമായ സ്വത്വവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പ്രാദേശികമോ സമുദായമോ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കാൻ കൂടുതൽ ചായ്വുള്ളവരായിരിക്കാം. ഇത് രാഷ്ട്രീയത്തിന്റെ പ്രാതിനിധ്യത്തിന്റെ വിഭജനത്തിലേക്ക് നയിച്ചേക്കാം. വിശാലമായ രാഷ്ട്രീയ പാർട്ടികളില്ലെങ്കിൽ കേരളം പ്രാദേശികവൽക്കരിക്കപ്പെട്ടതും സമുദായാധിഷ്ഠിതവുമായ രാഷ്ട്രീയത്തിലേക്ക് മാറിയേക്കാം. അത് ഭിന്നതകൾ കുറയ്ക്കുന്നതിന് പകരം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുന്നത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിൽ അഗാധവും ദൂരവ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ ഉൾക്കൊള്ളുന്നതും ധ്രുവീകരിക്കപ്പെടാത്തതുമായ രാഷ്ട്രീയ സംവിധാനത്തിലേക്കുള്ള നീക്കമായി ഇത് തോന്നിയേക്കാമെങ്കിലും അത് വിഘടനം, അസ്ഥിരത, ഭരണത്തിൽ ഉത്തരവാദിത്തത്തിന്റെ അഭാവം എന്നിവയിലേക്ക് നയിച്ചേക്കാം. സംഘടിത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും വേദികളും നഷ്ടപ്പെടുന്നത് സങ്കീർണമായ നയപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ദീർഘകാല വികസന തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതും കൂടുതൽ ബുദ്ധിമുട്ടാക്കും. കൂടാതെ സാമൂഹിക നീതിയിലും ക്ഷേമ പദ്ധതികളിലുമുള്ള കേരളത്തിന്റെ ശ്രദ്ധ പാർട്ടിരഹിത സംവിധാനത്തിൽ ദുർബലപ്പെടുത്തുകയും പ്രാദേശികവും സാമൂഹികവും പ്രത്യയശാസ്ത്രപരവുമായ വിഭജനങ്ങൾ കൂടുതൽ പ്രകടമാക്കുകയും ചെയ്തേക്കാം. ചുരുക്കത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിർമ്മാർജ്ജനം കേരളത്തിന്റെ രാഷ്ട്രീയ സ്വത്വത്തിന്റെ അടിത്തറയെ തന്നെ അസ്ഥിരപ്പെടുത്താൻ കഴിയുന്ന കൂടുതൽ സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പാർട്ടി അധിഷ്ഠിത സംവിധാനം അതിന്റെ പോരായ്മകൾക്കിടയിലും കേരളത്തിന്റെ ജനാധിപത്യ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. അത് നീക്കം ചെയ്യുന്നത് ഇതിനകം സങ്കീർണമായ ഒരു സംവിധാനത്തിന് നിരവധി പുതിയ വെല്ലുവിളികൾ അവതരിപ്പിക്കും. രാഷ്ട്രീയ പാർട്ടികളെ നിർത്തലാക്കുക എന്ന ആശയം നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും അതിന്റെ അനന്തരഫലങ്ങളുടെ യാഥാർത്ഥ്യം സംസ്ഥാനത്ത് കൂടുതൽ രാഷ്ട്രീയ വിഭജനത്തിനും ഭരണപരമായ വെല്ലുവിളികൾക്കും കാരണമാകും. ഈ വീഡിയോ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.